യുവ കലാകാരി ഒരു ദിവസം ഗൗതം ബുദ്ധയെ സമീപിച്ചു. അവളുടെ മുഖം നിരാശയിൽ മുങ്ങിപ്പോയിരുന്നു. അല്ലയോ മഹാത്മാവേ, അവൾ പറഞ്ഞു, എൻ്റെ ജോലി വേണ്ടത്ര നല്ലതല്ലെന്ന് ഞാൻ നിരന്തരം വിഷമിക്കുന്നു. ആളുകൾ എൻ്റെ കലയെ വിലമതിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു. പരാജയത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ വേദനിപ്പിക്കുന്നു. ഈ ആശങ്കകൾ എന്നെ വിഴുങ്ങുന്നത് എങ്ങനെ തടയും? ഗൗതം ബുദ്ധ അവളെ ദയോടെ നോക്കി ചോദിച്ചു, പറയൂ, നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങളുടെ കലയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ടോ? ഇല്ല മഹാത്മാ, എൻ്റെ വേവലാതി എൻ്റെ ജോലിയെ മെച്ചപ്പെടുത്തുന്നില്ല എന്ന് മറുപടി പറയാൻ അവൾ മടിച്ചു. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ എന്തിനാണ് അത് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? മഴയെക്കുറിച്ചുള്ള വേവലാതി അതിനെ കൊണ്ടുവരാത്തതുപോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് അവരെ മാറ്റുന്നില്ല. നിങ്ങളുടെ കല നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രതിഫലമാണ്, മറ്റുള്ളവരുടെ വിധികളല്ല. ബുദ്ധൻ തുടർന്നു, ആശങ്കകൾ പലപ്പോഴും നിരസിക്കപ്പെടുമെന്ന ഭയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അംഗീകാരം തേടുന്നതിന് പകരം സ്നേഹത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്ന് സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ സത്ത പ്രകാശിക്കുന്നു. അത് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷത്തിനായി സൃഷ്ടിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ സാധൂകരണത്തിന് വേണ്ടിയല്ല. എപ്പോഴും അംഗീകാരത്തിൻ്റെ ആവശ്യകത നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ആശങ്കകൾ സ്വാഭാവികമായും മങ്ങിപ്പോകും. ബുദ്ധൻ്റെ വാക്കുകളിലെ സത്യം മനസ്സിലാക്കി യുവ കലാകാരി ചിന്താപൂർവം നീങ്ങി. അവൾ സൃഷ്ടിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അവളുടെ ആശങ്കകൾ ക്രമേണ അലിഞ്ഞുപോയി. അവളുടെ കല മുമ്പെങ്ങുമില്ലാത്ത വിധം തഴച്ചു വളരാൻ അനുവദിച്ചു. If you love to watch this video, you can like, share and subscribe.